പാർട്ടി ഓഫീസുകൾ ആക്രമിച്ചതിനെ കുറിച്ച് പറഞ്ഞു. കോൺഗ്രസ് അങ്ങനെയൊന്നും ചെയ്യില്ല പോലും. പെരിയയിൽ കല്യോട്ടോ ഒക്കെ നിങ്ങൾ ആക്രമിച്ച പാർട്ടി ഓഫീസുകൾ ഇപ്പോഴും അതുപോലെയുണ്ട്. നിങ്ങൾ അഗ്നിക്കിരയാക്കിയ വീടുകൾ, അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാം. ഞങ്ങൾ ആ സമ്പ്രദായത്തിനെതിരാണ്. വെഞ്ഞാറമൂട്ടിൽ ഈ സംഭവം ഉണ്ടായപ്പോ അടക്കി നിർത്താനാവാത്ത രോഷം കൊണ്ട് കേരളത്തിൽ ചിലയിടങ്ങളിൽ നിങ്ങളുടെ ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ തള്ളി പറയുകയാണ് ചെയ്യുന്നത്. അത് നന്നായി എന്ന് പറയാനോ ന്യായീകരിക്കാനോ ഞാനില്ല. പക്ഷെ നിങ്ങൾ ഓർക്കണം, 50 ലക്ഷത്തിലധികം ചെറുപ്പക്കാർ അംഗങ്ങളായ ഡിവൈഎഫ്ഐ നിങ്ങളുടെ ഓഫീസുകൾ തകർക്കണമെന്ന് തീരുമാനിച്ചാൽ കേരളത്തിൽ കോൺഗ്രസിന് ഓഫീസ് ഉണ്ടാവില്ല. അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. പരമാവധി തടഞ്ഞു നിർത്തി. അപൂർവം ചിലയിടത്ത് എന്തെങ്കിലും ചില്ലറ നാശനഷ്ടമോ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ പറയുന്നു, മുഴുവൻ ഞങ്ങൾ നന്നാക്കി തരാം. 2 ചെറുപ്പക്കാരുടെ ജീവൻ നിങ്ങൾ കൊടുക്കോ? നിങ്ങളുടെ ഓഫീസിന്റെ ചില്ല് പൊട്ടി പോലും 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നിട്ട് കൊടിമരത്തിന്റെ കണക്ക് പറയാൻ വന്നിരിക്കുന്നോ? ഞങ്ങൾ മാറ്റിത്തരാമെന്ന്. ഞങ്ങൾ മുഴുവൻ പുതുക്കി പണിത് തരാം. നിങ്ങൾ ആ ചെറുപ്പക്കാരുടെ ജീവൻ കൊടുക്ക്. ആ കുടുംബത്തിന്റെ കണ്ണീര് തുടക്കെ. നിങ്ങൾ ചെയ്യോ? സാധിക്കുമോ? മനുഷ്യ സാധ്യമാണോ? എന്നിട്ട് കൊടിയുടെ പടിയുടെ കണക്ക് പറയാൻ വന്നിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞ്, പെരിയയിലും കല്യോട്ടൊക്കെ പോയി നോക്ക്. പാർട്ടി ഓഫീസ് മാത്രമല്ല, പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ വീടുകൾ ഉൾപ്പെടെ എത്ര എണ്ണം ആക്രമിച്ചു. ഇതൊന്നും ഉണ്ടാകാതിരിക്കുകയാണ് വേണ്ടത്. ഇന്നിപ്പോ ഇങ്ങനെ ഒന്നും ഉണ്ടായില്ലത്രേ. അതാണ് സങ്കടം. ചോദിക്കണം, എന്താണ് തകർക്കാത്തത്? ഞങ്ങൾ ഒന്നും തകർക്കരുത് എന്ന നിലപാടുള്ളവരാണ്. എവിടെയെങ്കിലും നിയന്ത്രണ വിധേയമല്ലാതെ വല്ലതും സംഭവിച്ചു പോയാൽ അത് ഉടനടി അവസാനിപ്പിക്കാനും നിർത്താനും ഇടപെടുന്നവരാണ്. അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്നവരല്ല. എല്ലാം അതേ നാണയത്തിൽ കൊടുക്കാൻ നിന്ന വെഞ്ഞാറമൂട്ട് നിങ്ങളുടെ 2 ആൾ വീടില്ലായിരുന്നോ? മനുഷ്യർ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്ക് തടയാൻ കഴിയും? സംസ്ഥാന സംവിധാനങ്ങൾക്ക് അതിന് സാധിക്കുമോ? തിരിച്ചടി ഉണ്ടാവരുത് എന്ന് വാശിയോടെ തീരുമാനിച്ചവരാണ് ഞങ്ങൾ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പറഞ്ഞു. കൊലയ്ക്ക് പകരം കൊല, അങ്ങനെ ഒരു സമീപനമില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞവരാണ് ഞങ്ങൾ. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതാണ് പ്രശ്നം. കൊലപാതകത്തെ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് ആർജവം വരുന്നില്ല. ഈ ചർച്ചയിൽ ഇത്രയും ഇരിക്കുമ്പോഴും ഈ ചർച്ച കാണുന്നവരെന്താ കരുതുക? ഈ ചർച്ചയിൽ ശരിക്കും കോൺഗ്രസും ഞാനും തമ്മിൽ തർക്കം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് വെച്ച വിഷയം തൃശ്ശൂരിലെ കൊലപാതകമല്ലേ, സനൂപിന്റെ കൊലപാതകമല്ലേ? അതിലെ പ്രതികൾ BJP ബജ്രംഗ് ദൾ പ്രവർത്തകരല്ലേ? അവരുമായിട്ടല്ലേ ആശയസമരം നടക്കേണ്ടത്? എങ്ങനെ കോൺഗ്രസുമായി ഇതിൽ തർക്കം വന്നു? BJP നേതാവ് കാര്യങ്ങൾ വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം പാർട്ടി യോഗം കഴിഞ്ഞ് നേരിട്ട് വരികയാണെന്ന് കരുതുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം വാദിക്കാൻ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ, മനുഷ്യത്വവുമില്ലാതെ കോൺഗ്രസിന്റെ കൊടി സ്റ്റുഡിയോയുടെ പുറത്ത് വെച്ച് കാവിക്കൊടി എടുത്ത് പിടിച്ചത് കൊണ്ടല്ലേ കോൺഗ്രസും ഞാനും തമ്മിൽ ഇതിൽ തർക്കം വന്നത്? ഇനി ആ തർക്കം അങ്ങനെ തന്നെ പോട്ടെ, അതിന് സാരമില്ല. പക്ഷെ ഞാനിവിടെ പറയുന്നത് ഇതാണ്, ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിക്കണം. രാഷ്ട്രീയമായ വിരോധം, എതിർപ്പ് കൊന്നു തീർക്കുന്നതിലേക്ക് നയിക്കാൻ പാടില്ല. ഒരു സംഭവം ഉണ്ടായാൽ എല്ലാവരും അതിനെ തള്ളിപ്പറയണം. നിങ്ങൾ ഷുഹൈബ് വാദമൊക്കെ പറഞ്ഞു. കോൺഗ്രസ് നേതാവ് നിങ്ങളുടെ സഹപ്രവർത്തകർ നിയമസഭാംഗങ്ങളോട് ചോദിക്ക്. അന്ന് നിയമസഭയിൽ ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പോലെ നെറികേടല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ MLA-മാർ എന്റെ അടുത്ത് വന്ന് എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വാക്ക് പറഞ്ഞല്ലോ, ഇതൊരു പുതിയ തുടക്കമാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ജീവൻ പോകുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഒരു വേദന പൊടിയണമെന്നേ. അത് മനുഷ്യത്വം പറയുന്ന ഒരു സാധനം വേണം, മനസ്സിലായോ? കതറിട്ടിട്ട് ഗാന്ധിജിയെ കളിയാക്കിയാൽ അത് പറ്റില്ല, അതുണ്ടാവില്ല. കൊല്ലപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പടക്കം പൊട്ടിക്കാൻ തോന്നും, ആഹ്ലാദിക്കാൻ തോന്നും. ആ മനസ്സ് പണ്ട് RSS-നായിരുന്നു. ഇന്ന് ആ മനസ്സുമായി ചേർന്ന് നിൽക്കുകയാണ്. ഇത് RSS-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമാണ്. അന്തർധാരയൊന്നുമല്ല, ബാഹ്യധാര തന്നെ. തൃശൂർ ജില്ലയിൽ തന്നെ കാഞ്ഞാണിയിൽ കുറച്ചു മുമ്പ് ഒരു കോൺഗ്രസുകാരൻ കൊല്ലപ്പെട്ടു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് സുരേഷ് എന്നാണ്. ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരു പാവം. അദ്ദേഹത്തെ അടിച്ചു കൊന്നത് RSS ആയിരുന്നു. പ്രതികളൊക്കെ RSS-ആ. ഒരു നേതാവിന്റെ നാവ് പൊങ്ങിയിട്ടില്ല RSS-നെതിരെ വിമർശിക്കാൻ. ഞങ്ങളുടെ പ്രവർത്തകരെ, ഞങ്ങളെ RSS കൊന്നാൽ നിങ്ങൾക്കെന്താ എന്ന മനോഭാവമായിരുന്നു. ഇതാണ് നിൽക്കുന്നത്. ഇന്ത്യ മുഴുവൻ CBI-യെ തള്ളി പറയുമ്പോൾ ഇവിടെ സ്റ്റുഡിയോയിൽ വന്ന് CBI-ക്ക് വേണ്ടി വാദിക്കും. ഒരു മടിയുണ്ടാവില്ല അതിന്. ഈ ഇരട്ടത്താപ്പും അവസരവാദവും അധികാരാസക്തിയും കൊലപാതക രാഷ്ട്രീയവും ഒന്നു ചേർന്ന ദുരന്തമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇത് കേരളത്തിന് അപകടമാണ്. ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു, ഞങ്ങളുടെ ഓരോ സഖാക്കളായി മരിച്ചു വീണു ആ ചോര മാറാത്ത തെരുവിൽ നിന്ന് ഞങ്ങൾ പറയുന്നു, ഇത് അപകടമാണ്. ഇത് അവസാനിക്കണം. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് നിർത്തണം. ഇത് ആധുനിക കാലമാണ്. ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടണം. മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ പുതുക്കണം. ഇതാണ് പറയുന്നത്. നിങ്ങൾ എന്നെ എന്തിന്റെ പേരിലാണ് കുറ്റപ്പെടുത്തുക? നിങ്ങൾ എന്നിട്ട് വധശ്രമങ്ങളൊക്കെ കൂടുതൽ പറ, ഞാൻ പറയാം, ബാക്കി പറയാം. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ശ്രീ സുരേഷ്.